ഒരു ദുഃഖവെള്ളിയാഴ്ച കൂടെ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മരമുകളിലേക്ക് വലിയൊരു ക്രൂശും തോളിൽ വഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്യപ്പെടുമ്പോൾ ഹരിമധ്യാനാട്ടിൽ ധാർമ്മികനായി വാണ യൗസേപ്പെന്നോതും നമുക്കെല്ലാവർക്കും അറിയുള്ളതുപോലെ ഇംഗ്ലീഷിൽ ഈ പദത്തിനെ നമ്മൾ പ്രയോഗിക്കുന്നത് ഗുഡ് ഫ്രൈഡേ എന്ന പദം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഒരു മരണ സ്മരണയെ നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്? അതിന് കാരണം മരണം കൊണ്ട് അത് അവസാനിച്ചില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് എ യുണീക്ക് ഹിസ്റ്ററി. അതൊരു വളരെ പെക്യുലറായ ഒരു ചരിത്രമാണ്. മരണം കീഴടങ്ങാതെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയെങ്കിൽ ദൈവാലയത്തിലെ ആരാധനകൾ കൊണ്ട് തൃപ്തിപ്പെടും. അവിടം കൊണ്ട് അതിൻ്റെ ചിന്തകൾ അവസാനിക്കുമ്പോൾ യഥാർത്ഥമായി ഈ ദിവസത്തെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇതൊരു പുതിയ യുഗത്തിൻ്റെ ആരംഭമായി മാറും. എൻ്റെ നന്മയ്ക്കു വേണ്ടി ഒരാൾ ജീവൻ വെടിഞ്ഞ് എന്നെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ ആ വ്യക്തി നിലകൊണ്ട നന്മകൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ പ്രാപ്തനാകണം എന്നുള്ള വലിയ ബോധ്യം കൊണ്ട് നിറയാൻ ഇടവരട്ടെ. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച അത് കേവലം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, നന്മയ്ക്കു വേണ്ടി, മനുഷ്യരുടെ ആകമാനമുള്ള ഉന്നമനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ ജീവൻ ബലി കഴിച്ച് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. സ്നേഹം കൊണ്ട് ലോകത്തെ നിങ്ങളും കീഴടക്കും. ആ വലിയ സ്നേഹത്തിലേക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം
സഹിയോൻ കോട്ടയിൽ നിന്നും വലിയൊരു ശ്രീഭാവയും തോളിലേറ്റിക്കൊണ്ട് വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി ഗോകുൽത്താ മലമുകളിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ അനേകം എബ്രായ സ്ത്രീകൾ കൂട്ടമായി തന്റെ പിന്നാലെ ചെന്നു. അവരിൽ നിന്നെല്ലാം അല്പമകലമാറി നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടി മാടപ്രാ എന്റെ മകനെ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് വേണ്ടിയുണ്ടായ സ്നാനവും നിങ്ങളെ മലമുകളിലേക്ക് വലിയൊരു ക്രൂശും തോളിൽ വഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്യപ്പെടുമ്പോൾ വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി അനേകം എബ്രായ സ്ത്രീകൾ തന്നെ പിൻപറ്റിയിരുന്നു. അവരിൽ നിന്നെല്ലാം അല്പം അകലമാറി നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി അടപ്രാവ് മുറുകുന്നത് പോലെ ചങ്കുപൊട്ടിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു, എന്റെ മകനെ, എന്റെ ഓമന മകനെ, ഇവർ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്റെ വാത്സല്യവാനെ, എന്നിവർ നിന്നെ എങ്ങോട്ട് നയിക്കുന്നു? എന്റെ മകനെ, അപരാധികളുടെ കീഴിൽ നീ നിന്നെ തന്നെ സ്വയമേവ ഫലമേൽപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മകനെ, എന്നിവർ നിന്നോട് എന്ത് ചെയ്യുന്നു? എന്റെ വാത്സല്യവാനെ, അമ്മ ഇതെങ്ങനെ സഹിക്കും? വാത്സല്യ മകനെ, ഈ കഷ്ടം എനിക്ക് എന്തൊരു ദുരിതമാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാവുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടു. സഹിയോൻ കോട്ടയിൽ നിന്നും ഗോകുൽത്താ മലമുകളിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ വലിയൊരു ശ്രീവാലയം കയറിക്കൊണ്ട് അനേകം പടയാളികളുടെ സാന്നിധ്യത്തിൽ വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി അനേകം എബ്രായ സ്ത്രീകൾ കൂട്ടമായി തന്നെ പിൻപറ്റിയിരുന്നു. അവരിൽ നിന്നെല്ലാം അല്പം അകലമാറി നിന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി മാടപ്രാവ്
ഇപ്രകാരം കരഞ്ഞു പറഞ്ഞു, എൻ്റെ മകനെ, എൻ്റെ വാത്സല്യവാനേ, നീ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു? എൻ്റെ മകനെ, നീ ഇന്ന് എവിടേക്ക് പോകുന്നു? അയ്യോ എൻ്റെ മകനെ, നിഷേധികളായ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെ തന്നെ മാനവനെ മശിഹാവൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോട അർത്ഥിച്ചേവം വിധിനാഥ നൽക ഭാഗ്യമഹാനീതിയാം രക്ഷകഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ അവനെ യൂദന്മാർ അരിമത്യാനാട്ടിൽ ധാർമ്മികനായി വാണ യൗസേപ്പെന്നോതും മാനവനേയൻ മശിഹാവൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോട അർത്ഥി